തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചിടത്തോളം അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ മത്സരിക്കുന്നതിന് മുൻപ് ആദ്യം വിജയിക്കേണ്ടുന്നത് ആ മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജന ചർച്ച കൊണ്ടാണ്. അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറികടന്നതിന് ശേഷമാണ് ഒരു സീറ്റ് വിഭജനത്തിലേക്കും അല്ലെങ്കിൽ സീറ്റ് പ്രഖ്യാപനത്തിലേക്കും UDFും കോൺഗ്രസും കടക്കാറുള്ളത്. എന്നാൽ ഇപ്പോഴിതാ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ യാതൊരു അസ്വാരസ്യങ്ങളുമില്ലാതെ UDFിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ്. അതുപ്രകാരം കോൺഗ്രസ് 14 സീറ്റുകളിൽ മത്സരിക്കും. മുസ്ലിം ലീഗ് ആകട്ടെ 21 സീറ്റുകളിലും മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ആകെ 28 സീറ്റുകളാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഉള്ളത്. അതുകൂടാതെ UDFിൽ CMP ഒരു സീറ്റിലും RMP ഒരു സീറ്റിലും മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കേരള കോൺഗ്രസിനും സീറ്റ് നൽകുകയാണ് UDF നേതൃത്വം. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഗീയ ശക്തികളെയെല്ലാം മാറ്റി നിർത്തുന്ന ഒരു നേതൃത്വത്തെയാണ് കോഴിക്കോട് കാണാനാകുന്നത്. കോഴിക്കോട്ട് വെൽഫെയർ പാർട്ടി UDFുമായി യാതൊരു ധാരണയുമില്ല. വെൽഫെയർ പാർട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ധാരണയും ഇത്തവണ പാടില്ല എന്ന് UDF നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടാക്കിയാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായേക്കുമെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് UDF നേതൃത്വത്തിൻ്റെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥ ഒരു മതേതര സഖ്യം എന്നുള്ളതിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനമായി ജനങ്ങൾ പൊതുവെ രാഷ്ട്രീയ കേരളം കാണുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കുറ്റ്യാടിയിൽ നിന്ന് ഒരു വെൽഫെയർ പാർട്ടി UDFന് വേണ്ടി മത്സരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ട എന്നാണ് തീരുമാനം. ഇങ്ങനെ കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി മതേതരത്വം എന്നൊരു വലിയ സൗഭാഗ്യത്തെ പണയം വെക്കാൻ UDFും കോൺഗ്രസ് പാർട്ടിയും തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയും മുന്നറിയിപ്പുമാണ് കോഴിക്കോട്ട് UDF നേതൃത്വം നൽകിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ ആകെ 27 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 27 സീറ്റുകളിലാണ് മത്സരമുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഒരു സീറ്റ് കൂടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ 28 സീറ്റുകളാണെന്നുള്ളത്. ഈ അധിക സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാനാണ് UDFിൽ തീരുമാനമായിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും എല്ലാ തരത്തിലും വഴങ്ങിക്കൊണ്ടും UDF എന്ന സംവിധാനത്തിന് ശക്തി പകർന്നുകൊണ്ടുമാണ് കോൺഗ്രസിൻ്റെ നീക്കം നടക്കുന്നത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ പരിധിയിലും സീറ്റ് വിഭജനം പൂർത്തിയായി എന്നുള്ളതാണ് അറിയുന്നത്. അതുപ്രകാരം 52 സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് P. ഗവാസ് എന്നിവരടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 8ഓളം സീറ്റിന്റെ വ്യത്യാസമാണ് UDFും LDFും തമ്മിലുള്ളത്. LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഇത്തവണ വലിയൊരു മാറ്റമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ, കോഴിക്കോടിന്റെ ഗ്രാമങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ UDF നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. അതുപ്രകാരം യാതൊരു അസ്വാരസ്യങ്ങളുമില്ലാതെ കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് തന്നെ UDFിൻ്റെ ആദ്യ വിജയമായി നേതൃത്വം കണക്കാക്കുകയാണ്.